ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസ് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ജനറൽ സർവീസിന് വേണ്ടി നമ്മൾ ഓടിച്ചു നോക്കി കയറ്റിയായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് വണ്ടി ഓഫായി പോണ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ്, ഓയിൽ ചെക്കപ്പ്, മെയിനായിട്ട് വയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ജനറൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് വണ്ടി എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഗ്രീസിംഗ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ സി വി ടി ക്ലച്ച്, അതേപോലെ തന്നെ ഫ്രണ്ട് ലിങ്ക് പുഷ്, ബ്രേക്ക് ക്യാം, ഇതൊക്കെ ഗ്രീസിംഗ് ഒക്കെ ഓൾറെഡി ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ ചെയ്തു പോകും. പിന്നെ അതേപോലെ എന്തെങ്കിലും പാർട്സുകൾ നമ്മളിപ്പോൾ അഴിക്കുന്ന ഭാഗങ്ങൾ എവിടെയെങ്കിലും പാർട്സുകളൊക്കെ തേമാനുണ്ടി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതൊക്കെ നമുക്ക് ആ കൂട്ടത്തിൽ മാറ്റാവുന്നതാണ്. അപ്പോൾ ജനറൽ സർവീസ് ചെയ്തതുകൊണ്ട് നമുക്ക് വേറെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ റണ്ണിങ്ങിലോ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റോ കൃത്യമായിട്ട് നമുക്കത് മാറണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾ പറയാൻ കാരണം വെച്ചാൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാതെ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് സെൽഫ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ്. അത് നമുക്ക് സെൽഫ് സ്വിച്ച് മാറ്റി കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പക്ഷേ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ വയറിംഗ് ലൂസ് കോൺടാക്ട് കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കേസും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ജനറൽ സർവീസ് ചെയ്തതുകൊണ്ട് ആ കംപ്ലയിൻറ്റ് റെഡി ആവാൻ പോകണമെന്നില്ല. കാരണം അതെന്താ കംപ്ലയിൻറ്റ് എന്ന് മനസ്സിലായാലാണ് നമുക്കതനുസരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി ആദ്യമേ മൊത്തം വയറിങ്ങൊക്കെ പൊട്ടിച്ചൊക്കെ ഇട്ടാണ് പ്രത്യക്ഷത്തിൽ. പക്ഷേ വയറിങ്ങുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ലൂസ് കോൺടാക്റ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് നിലവിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുമല്ല, നമുക്ക് ആ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് പല കാരണം കൊണ്ട് വരാം. ഒന്ന് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് കൊണ്ട് വരാം. പിന്നെ ഈ കാർബേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ സ്ലോ ജെറ്റ് കംപ്ലയിൻറ്റ് ആയി കഴിഞ്ഞാൽ മെയിൻ ജെറ്റിക്കിടെ കൂടുതൽ പെട്രോൾ ഇറങ്ങി ചെല്ലുമ്പോൾ വന്ന കംപ്ലയിൻറ്റ് ആവാം. പ്ലഗിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം. അങ്ങനെ പല റീസണുണ്ട്. അതായത് ഈ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റിന്. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല. ജനറൽ സർവീസായിട്ട് വേണമെങ്കിൽ കയറ്റി ചെയ്ത് നോക്കാം. ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് കാർബേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഈ കംപ്ലയിൻറ്റ് മാറണമെന്നില്ല കേട്ടോ. കാരണം എന്ത് കംപ്ലയിൻറ്റാണെന്നുള്ള കേസ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, ചില കംപ്ലയിൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-15 കിലോമീറ്റർ 10 കിലോമീറ്ററൊക്കെ ഓടി കഴിയുമ്പോഴേക്ക് കംപ്ലയിൻറ്റ് കാണിക്കാം. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയാം. കാരണം അതനുസരിച്ച് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ശേഷമൊക്കെ ജനറൽ സർവീസിനായിട്ട് കയറ്റിയാൽ മതി. നമ്മളത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ലേബർ ചാർജ് മാത്രമായിട്ട് 600 രൂപ നമുക്ക് ലേബർ ചാർജ് മാത്രം വന്നുണ്ട്. പിന്നെ അഴിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും പാർട്സുകളൊക്കെ ഡാമേജ് ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിലൂടെ നമുക്ക് ആ പാർട്സിൻ്റെ എമൗണ്ടൊക്കെ അതിനകത്ത് വരും. പക്ഷേ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരിക്കാം, റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻ്റ് ആയിരിക്കും. നമ്മൾ അത്രയും പൈസ മുടക്കി ചെയ്തിട്ടും നമുക്ക് ആ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം പ്രത്യക്ഷത്തിൽ ആ കംപ്ലയിൻറ്റ് എന്താണെന്ന് മനസ്സിലായാലാണ് നമുക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ. അത് സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ ആ കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് അയച്ചു തരാം, നോക്കാം. അത് പ്രത്യേകിച്ച് ഏത് രീതിയിലാണ് കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് ദിവസം നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് കാർബേറ്റർ അടക്കം അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കത് അഴിച്ച് നോക്കാം. എന്തായാലും നമുക്ക് കാർബേറ്റർ കഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം കാർബേറ്റർ ക്ലീനറും അതിൻ്റെ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന ലേബറും സ്ലോ ജെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതടക്കമാണെങ്കിൽ ഏകദേശം ഒരു 500 അടുത്ത് നമുക്ക് 498 രൂപ അങ്ങോട്ട് അതിൻ്റെ റേറ്റ് തന്നെ ഉണ്ട് കാർബേറ്ററിൻ്റെ മാത്രം. ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ ജനറൽ സർവീസിന് 600 രൂപ ഉണ്ട്. പിന്നെ ജനറൽ സർവീസിൽ കയറ്റുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതെങ്കിലും പാർട്സുകൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് അഡീഷണൽ വന്ന എമൗണ്ടുകളാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അതനുസരിച്ചിട്ട് നമുക്ക് പെർമിഷൻ കിട്ടാണെങ്കിൽ നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. എന്താണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്ന് അഴിച്ചു നോക്കാം. ഞാൻ പ്രത്യേകിച്ച് ഈ റണ്ണിങ്ങിൽ ഓഫായി പോകുന്ന കംപ്ലയിൻ്റൊക്കെ പറഞ്ഞുകൊണ്ടോടെ എടുത്ത് പറയണേണ്ട കേസ്. കാരണം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കംപ്ലയിൻറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ അത് പറയാം. അത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോൾ കംപ്ലയിൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് കിട്ടുന്ന സമയത്ത് ചെക്ക് ചെയ്താലാണ് അത് എന്തുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ജനറൽ സർവീസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. കൂട്ടത്തിയുടെ കാർബേറ്ററും ക്ലീൻ ചെയ്ത് നോക്കാം. പക്ഷേ ഈ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള കേസ് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നമുക്കൊരു കൺഫ്യൂഷൻ വന്നത് കേസ്. പിന്നെ ഇതിപ്പോൾ കിടക്കണ പ്ലഗ് ഇതിൻ്റെ അല്ല, അത് കുറഞ്ഞ് ചെറിയ പ്ലഗ് കിടക്കണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോങ് ത്രെഡ് പ്ലഗ്ഗാണ് വരാം. ഇത് കിടക്കണ പ്ലഗ് ചെറിയ പ്ലഗ്. ഈ ബൈക്കിനൊക്കെ വന്ന പഴയ മോഡൽ ബൈക്കുകൾക്ക് വന്ന പ്ലഗ്ഗാണ് നമുക്ക് കിടക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം വന്നൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ആ പ്ലഗ് ഇടാൻ പാടില്ല ശരിക്കും. അതിപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റിക്കളയേണ്ടി വരും കൂട്ടത്തിൽ തന്നെ. കാരണം അതിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡൊക്കെ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അത് നമ്മൾ എന്തെങ്കിലും മാറ്റിയിടാം. വലിയ പഴക്കമായിട്ടൊന്നുമില്ല പ്ലഗ്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഒരു പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് പറയാം. അതേപോലെ തന്നെ കംപ്ലയിൻറ്റ് എങ്ങനെയാണ് കാണിക്കണേ, ഇതിൽ മഴയത്ത് ഓടുമ്പോഴായിരിക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു ഏകദേശം ഒരു 30-40 കിലോമീറ്റർ വേഗതയിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ ഓടുമ്പോഴായിരിക്കാം. അത് ഏതാണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കംപ്ലയിൻറ്റ് കിട്ടുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും പറ്റും.
എന്തായാലും വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് വിളിക്കുക, അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കേട്ടോ.